സുഹൃത്തുക്കൾ അതുപോലെ ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളാണ്. ഒന്ന് ഈ നടു സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട്, വേറെ ഒന്ന് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുന്നത്, പിന്നെ മുട്ടിൻ്റെ തേയ്മാനം. ഇതിൽ കളരി ചികിത്സയിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങളും അതിൻ്റെ റിസൾട്ടും ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പം അതിൽ ഈ ഷോൾഡറിൻ്റെ ഡിസ്ലൊക്കേഷൻ അതൊരു ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോൾ ഉണ്ട്. അത് ബലക്ഷയം ശരീരത്തിനുണ്ടാകുന്നുണ്ട്. ചെറിയ ചെറിയ ചലനങ്ങളിൽ കൂടി ഇത് ഊരിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് വ്യായാമമില്ലായ്മ, ഭക്ഷണം ശരിക്കും ന്യായമായിട്ടുള്ള ഭക്ഷണം സമ്പുഷ്ടമായ രീതിയിൽ കഴിക്കാതിരിക്കുക, അങ്ങനെയുള്ള ചര്യകളൊക്കെ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് പൊതുവെ മറ്റുള്ള ചികിത്സാ വിധിയിൽ ഒന്നും അതിന് ഒരു ശരിയായ രീതിയിലുള്ളൊരു ഫലം കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഇപ്പം അലോപ്പതിയാണ് പിന്നെ അതിന് ഒരു ശാസ്ത്രം, അതിന് സർജറി ഉണ്ട്. ഈ സർജറി എന്ന് പറയുമ്പം അതിന് സ്ക്രൂ ചെയ്തിട്ട് ഉറപ്പിക്കുന്ന രീതിയാണ്. പക്ഷെ ചിലപ്പം ചില ആൾക്കാർക്ക് അതിൻ്റെ അത് ചലിക്കുന്നതിന് ചിലപ്പം അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ സർജറി ചിലവർക്ക് ഒഴിവാക്കണം എന്നൊക്കെ തോന്നി പലപ്പോഴും കളരി ചികിത്സയിൽ സമീപിച്ചിട്ടുണ്ട് അവർ. അപ്പം കളരി ചികിത്സ സംബന്ധിച്ച് ഇതിനൊരു അതായത് ഗുരുതരമായ രീതിയിലേക്ക് ഇത് പറ്റിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ആ പേശികൾക്ക് ശരിക്കും കീറൽ പോലെ സംഭവിക്കുക, അല്ലെങ്കിൽ ലിഗമെൻസിന് ഭയങ്കരമായ പൊട്ടൽ സംഭവിക്കുക, അത് വളരെ ഗുരുതരമായ രീതിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമുക്കത് ഈ ചികിത്സയെ കൂടെ നിർത്താൻ പറ്റും. നടുവേദനയെ സംബന്ധിച്ച് നടുവേദനയുടെ വിഷയം വെച്ചാൽ നടുവേദന ഇന്ന് പൊതുവെ എല്ലാവർക്കും നടുവേദനയുടെ അവസ്ഥ, അതിന് പ്രായ വ്യത്യാസമൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് കുറച്ച് പ്രായം കഴിഞ്ഞിട്ടൊക്കെ വരും. വ്യായാമം ഇല്ലായ്മയിൽ പ്രധാന ഘടകമാണ്. പിന്നെ ഇരുന്നുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യം, നിപ്പ് നടപ്പ് ഇതിനകത്തൊക്കെ ഉള്ള നമ്മൾ കിടക്കുന്ന രീതികൾക്കൊക്കെ ഉള്ള വ്യത്യാസം, അതൊക്കെ ഈ നടുവേദനയ്ക്ക് കാരണങ്ങളാണ്. അപ്പം പിന്നെ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടായിട്ട് അത് വെച്ചുകൊണ്ടിരിക്കുക, വച്ചതിന് ശേഷം ചെറിയ നീർക്കെട്ടുണ്ടായതിനു ശേഷം പിന്നീട് അത് കൂടുതൽ നാഡികളിലേക്കും പേശികളിലേക്കും വ്യാപിച്ച് പിന്നെ ആ ഭാഗത്തെ ബലക്ഷയം ഉണ്ടാക്കുക, അങ്ങനെ പ്രൊലാപ്സിന് കാരണമാകുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം കളരി ചികിത്സയിൽ പ്രത്യേകിച്ച് ഇതിന് മരുന്നിട്ട് കെട്ടുന്ന രീതികളുണ്ട്. അതുപോലെ തന്നെ കിഴികളുണ്ട്, വിവിധങ്ങളായ കിഴികളുണ്ട്. ആ കിഴികളിൽ കൂടെ എല്ലാം തന്നെ ഇതിനൊരു നല്ലൊരു പ്രതിവിധി, അതിനോടൊപ്പം തന്നെ അതിനെ നമ്മൾ ഇല്ലാതാക്കുകയും പിന്നെ ചവിട്ടി വീഴ്ചയിലൊക്കെ ചില ആൾക്കാർക്ക് അത് പ്രിഫർ ചെയ്യാറുണ്ട്. അങ്ങനെ അത് ചെയ്തുകൊണ്ട് അത് ഇല്ലാതാക്കുകയും പിന്നെ അത് നമുക്ക് നിരന്തരം വരാതിരിക്കാൻ വേണ്ടി ചെറിയ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് അനുവർത്തിച്ച് പോകാൻ പാകത്തിന് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അപ്പം അത് പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും വരാതിരിക്കാനും ചെയ്യും. അല്ല, ഒരാളെ സംബന്ധിച്ചൊരു ബേസിക് കാര്യമാണ്. അതെ, അതൊരു ഫൗണ്ടേഷനാണ്. അതുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരിത് വരുന്നുള്ളൂ. അപ്പോൾ അതിന് ആ ഒരു രീതിയിൽ കളരി ചികിത്സയിൽ ഇത്രയും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറുന്നത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെയാണ് മുട്ട് തേയ്മാനം. പലർക്കും ബുദ്ധിമുട്ട്, ഈ പറഞ്ഞ പ്രായ വ്യത്യാസമില്ലാതെ ഇന്ന് മുട്ട് തേയ്മാനത്തിൻ്റെ ഒരു വലിയ വിഷയമുണ്ട്. അതിലും കളരി ചികിത്സയാണ് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഉള്ളത്. അതിനെ കുറിച്ചിട്ട് ഒന്ന് ഈ മുട്ടിന് ഇപ്പോൾ ചില ഖനം കൂടിയിട്ടുള്ള അവസ്ഥ വന്നിട്ട് മുട്ടിന് താങ്ങാൻ പറ്റാതെ വരും. അപ്പോൾ അതിനകത്ത് തരുണാസ്ഥിക്ക് ക്ഷതം സംഭവിക്കുക, അത് പുറത്തേക്ക് തള്ളുന്നൊക്കെ അവസ്ഥയിലേക്ക് വരും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ചെറിയ ഞരമ്പുകൾക്കൊക്കെ കൺജഷൻ ഉണ്ടാക്കും, സർക്കുലേഷനൊക്കെ വ്യത്യാസം ഉണ്ടാകും, നീർവീഴ്ച വരും. അപ്പം ഭയങ്കര വേദനയുള്ളവരുണ്ട്, നടക്കുമ്പം ഭയങ്കര ചെരിഞ്ഞ് വരുന്ന അവസ്ഥകളുള്ളവരുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ അവിടെ സ്നിഗ്ധമായ അവസ്ഥ ഉണ്ടാക്കുക, പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പേശികൾക്കൊക്കെ നല്ല ബലം ഉണ്ടാക്കുക, നീർക്കെട്ട് കുറയ്ക്കുക, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. അതിന് കളരിയിൽ അതിന് പ്രത്യേകമായ കെട്ടുന്ന രീതിയിലുണ്ട്, മരുന്നിന് വ്യത്യാസമുണ്ട്. ആ മരുന്ന് കെട്ടുകയും ധാര ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ആ പ്രദേശങ്ങളിൽ നമ്മൾ പ്രത്യേകമായ വിധിപ്രകാരം തയ്യാറാക്കിയ തൈലങ്ങൾ നിർത്തുന്ന രീതികളുണ്ട്. പിന്നെ പച്ചമരുന്ന് ഒക്കെ കിട്ടുന്ന രീതികളുണ്ട്. ഇങ്ങനെ നമുക്കത് പിന്നെ അതിന് ശേഷമുള്ള വ്യായാമങ്ങൾ കൊടുക്കുക. അങ്ങനെ പൂർണ്ണമായിട്ടും അതിനൊക്കെ ഒരു വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് കളരി ചികിത്സ കൊണ്ട് പറ്റും.